നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. മറ്റൊരാളിൽ നിന്നും യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. എല്ലാം ലഭിക്കുന്നവർ മാത്രമല്ല ഭാഗ്യവാന്മാർ, അവരവർക്ക് ലഭിക്കുന്നത് പ്രയോജനപ്പെടുത്തുന്നവരും ഭാഗ്യവാന്മാരാണ്. ഇരുട്ടില്ലാതെ നക്ഷത്രങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കില്ല. അതുപോലെ വേദനകളില്ലാതെ ജീവിതവും പ്രകാശിക്കില്ല. പരസ്പരം അറിയുവാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അപരിചിതരും നമുക്ക് സ്വന്തവും ബന്ധുവുമാവും. അറിയുവാനും മനസ്സിലാക്കാനും കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തവും അന്യരാകും. കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ വില അറിയാത്തവരാണ് കൂടെയുള്ളതെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ച സമയവും ജീവിതവും വെറുതെയായി പോകും. നമ്മെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ പോകാതെ ഇരിക്കുന്നതാണ് നല്ലത്. നമ്മെ മനസ്സിലാക്കിയ ചിലരെങ്കിലും ഉണ്ടാവും, അവരെ നഷ്ടപ്പെടുത്താതെ നോക്കുക. പരിശ്രമമില്ലാത്ത സ്വപ്നങ്ങൾ വെറും വ്യാമോഹങ്ങൾ മാത്രമാണ്. പരിശ്രമിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. സ്നേഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ചില പരിഗണനകളുണ്ട്. അത് കൊടുക്കാതിരുന്നിട്ട് അവർ വിട്ടുപോയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിക്കപ്പെടണമെങ്കിൽ സ്നേഹിക്കുക തന്നെ വേണം. തിരിച്ചടികൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അതിനർത്ഥം എല്ലാം അവസാനിച്ചു എന്നല്ല, മറിച്ച് പുതിയ തുടക്കമായി എന്നാണ്. നമ്മൾ ഒരിക്കലും തോൽക്കില്ല എന്ന് കാണുമ്പോൾ അവർ നമ്മളെ ആദ്യം കുറ്റപ്പെടുത്തും, പിന്നീട് വാക്കുകൾ കൊണ്ട് തളർത്താൻ നോക്കും. എല്ലാത്തിനും ഒടുവിൽ വിജയിച്ചു എന്നു കാണുമ്പോൾ കൂടെ ചേർന്ന് നിൽക്കാനും വരും. കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൊതിപ്പിക്കരുത്. ആഹാരം കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും ആശിച്ചവൻ്റെ നിരാശ എഴുതി ഫലിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു വാക്കിനാൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ കുന്നോളം ഉണ്ടാകും. എനിക്ക് ഒന്നുമില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എനിക്ക് എല്ലാം ഉണ്ട് എന്നും ഒരിക്കലും ചിന്തിക്കരുത്. എന്നാൽ എനിക്ക് എല്ലാം നേടാൻ കഴിയുമെന്ന് എപ്പോഴും ചിന്തിക്കുക. സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ്. എപ്പോഴാണോ സംസാരം ഇല്ലാതാകുന്നത് അതോടെ ബന്ധങ്ങളുടെ ജീവനും ഇല്ലാതാകുന്നു. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതല്ല, ആ സംഭവങ്ങളോട് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നിരപരാധിത്വം ആരോടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാലം എല്ലാത്തിനും സാക്ഷിയാണ്. സങ്കടങ്ങളെ സൂക്ഷിച്ചു വയ്ക്കേണ്ട. അവ സമ്മാനിച്ച മനുഷ്യരെ ഓർത്തു വയ്ക്കുകയും വേണ്ട. അതിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ മനസ്സിൽ പാഠമാക്കുക. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടും. ആരിൽ നിന്നും അളവിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം അടുപ്പം എത്രമാത്രം കൂടുന്നുവോ അകലുമ്പോൾ വേദനയും അത്രമാത്രം കൂടും. സ്നേഹവും സന്തോഷവും തരുന്ന ഒന്നിനെയും പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. അതൊരു പാട്ടാണെങ്കിലും പുസ്തകമാണെങ്കിലും വെറുമൊരു സൗഹൃദമാണെങ്കിലും. നിങ്ങളുടെ വിഷമങ്ങൾ വിശദീകരിച്ച് സമയം പാഴാക്കരുത്. ആൾക്കാർ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കൂ. സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്.